അമ്മായിയമ്മയും മരുമകളും എന്ന നിലയിൽ ജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളാണോ നിങ്ങൾ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ത് ചെയ്താലും ആ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും അനുഭവപ്പെടാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അമ്മായിയമ്മയുമായിട്ട് പ്രത്യക്ഷത്തിൽ തർക്കങ്ങളില്ലെങ്കിലും കാരണം വ്യക്തമല്ലാത്ത ഒരു മാനസികമായിട്ടുള്ള തളർച്ച നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? എന്നാൽ അത്ര തന്നെ തീവ്രമായ ഒരു മാനസികമായിട്ടുള്ള സംഘർഷം അനുഭവപ്പെടുന്ന ഒരവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ്. നമ്മുടെ മാനസിക സമാധാനവും നമ്മുടെ കുടുംബാംഗങ്ങളോടുള്ള ബന്ധവും ബഹുമാനവും എങ്ങനെ ഒരേ സമയം നിലനിർത്താനായിട്ട് കഴിയും എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന ഒന്നാമത്തെ വിഷയം ഇതാണ്: അമ്മായിയമ്മയെ സന്തോഷിപ്പിക്കാൻ എത്ര ശ്രമിച്ചിട്ടും മതിയാകുന്നില്ല എന്നുള്ളൊരു തോന്നൽ. ഒരു മരുമകൾ പറഞ്ഞത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്: ഞാൻ എന്ത് ചെയ്താലും അല്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടാക്കി കൊടുത്താലും എൻ്റെ അമ്മായിമ്മയ്ക്ക് ഒരു തൃപ്തിയുമില്ല. വീട്ടിലെ എല്ലാ ജോലികളും ഞാൻ തന്നെ ചെയ്താലും എനിക്ക് എപ്പോഴും കുറ്റപ്പെടുത്തലുകളാണ് ലഭിക്കുന്നത്. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം ഇതാണ്: ഈ ഒരു മരുമകൾ മാത്രമായിരിക്കില്ല, ഒരുപാട് മരുമക്കൾ ഈ ഒരു വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. എന്തായിരിക്കാം ഇതിനുള്ള ഒരു പ്രതിവിധി എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ പല പഠനങ്ങളും കാണിച്ചു തന്ന ഒരു കാര്യം ഇതാണ്: അവരെ തൃപ്തിപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്ത നമ്മൾ ഉപേക്ഷിക്കണം. നമുക്ക് പൂർണ്ണമായിട്ട് ഒരു മനുഷ്യനെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാനായിട്ട് കഴിയില്ല. പകരം നമ്മുടെ മാനസിക സമാധാനത്തിന് പ്രാധാന്യം നൽകണം. നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ സന്തോഷം അത് എങ്ങനെ കണ്ടെത്താം, അതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്: എല്ലാ ദിവസവും അല്പസമയം നിങ്ങൾ നിങ്ങൾക്കായിട്ട് മാറ്റിവെക്കണം. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്കോ വിമർശനങ്ങൾക്കോ ഒന്നും ചെവി കൊടുക്കേണ്ട കാര്യമില്ല. വലിയ വിശദീകരണങ്ങളൊന്നുമില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുന്ന, നിങ്ങളായിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കായിട്ട് മാറ്റിവെക്കുന്ന കുറച്ച് നിമിഷങ്ങൾ നിങ്ങൾക്കുണ്ടാവണം. ആ നിമിഷങ്ങളിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വീണ്ടും രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. അവരുടെ അഭിപ്രായങ്ങളൊന്നും നിങ്ങളുടെ വ്യക്തിത്വങ്ങളെ നിർവചിക്കുന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇനി രണ്ടാമത്തെ നമ്മൾ സംസാരിക്കുന്ന വിഷയം ഇതാണ്: അവർ എൻ്റെ കുടുംബാംഗമല്ലേ, എനിക്ക് എങ്ങനെ അവരോട് കാര്യങ്ങൾ തുറന്നു പറയാനാവും എന്ന് ഉള്ള ചിന്തയെക്കുറിച്ചാണ് നമ്മൾ ഇനി ചിന്തിക്കുന്നത്. നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കുന്നതാണ്. അത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെ ഒരു പരസ്പര ബഹുമാനമൊക്കെ വളർത്തിയെടുക്കുമ്പോഴാണ് ആളുകൾ തമ്മിലുള്ള ഒരു ഐക്യവും സ്നേഹവും ഒക്കെ ഉണ്ടാവുന്നത്. പക്ഷേ ഇത് നമ്മുടെ മാനസികമായിട്ടുള്ള തളർച്ചയ്ക്കാണ് കാരണമാവുന്നത് എങ്കിൽ അത് നമ്മൾ മാറ്റിപ്പിടിക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: ഏകദേശം ഒരു വർഷത്തോളം എല്ലാ ദിവസവും രാത്രിയിൽ ആരും കാണാതെ ബാത്റൂമിലിരുന്ന് ഞാൻ കരയുമായിരുന്നു. എൻ്റെ ഭർത്താവിന് വിഷമമാകുമോ എന്ന് പേടിച്ച് ഞാൻ അദ്ദേഹത്തോടൊന്നും പറഞ്ഞില്ല. പക്ഷേ മനഃശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ നമ്മളിത് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പറയും: ഇതൊരു സ്നേഹമല്ല, ഇത് വേദനിക്കുന്ന ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ്. പരിഹാരം വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എല്ലാം ഇങ്ങനെ ഉള്ളിലൊതുക്കി ഇങ്ങനെ നൊമ്പരപ്പെട്ട് ജീവിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് എല്ലാം ഉള്ളിലൊതുക്കേണ്ട കാര്യമില്ല. തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക, അതിനുവേണ്ടിയുള്ള വഴികൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ഭർത്താവിനോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക. അമ്മായിമ്മയെ കുറ്റപ്പെടുത്താനല്ല ഇത് ചെയ്യുന്നത്. നിങ്ങളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാനായിട്ട്, നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ഭർത്താവിന് കഴിയണം. അപ്പോൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ ആ ഒരു സത്യസന്ധമായിട്ടുള്ള തുറന്നു പറച്ചിലുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമാധാനത്തിലേക്കുള്ള, ഞാൻ പറയുന്നത് മനസ്സിൻ്റെ സമാധാനവും മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണ്, ദ മെൻ്റൽ ഹെൽത്ത്, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നിലനിർത്താനായിട്ടുള്ള ആ ഒരു ബന്ധം നിങ്ങളുടെ ഭർത്താവുമായിട്ട് രൂപപ്പെടുത്തി തുറന്ന് സംസാരിക്കണം. നിങ്ങളുടെ സംസാരം കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ള സന്തോഷവും കൂടി കളഞ്ഞ് വെറുപ്പ് ഉള്ളിൽ നിറയാനായിട്ട് കാരണമായിട്ട് മാറും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. മൂന്നാമതായി നമ്മൾ സംസാരിക്കുന്ന വിഷയം ഇതാണ്: എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് എല്ലാവരും കരുതുമോ, എന്നെ കുറ്റപ്പെടുത്തുമോ എന്നുള്ളൊരു പേടിയാണത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഭയമുണ്ടാവാം. എല്ലാവരും എന്നെ തന്നെ കുറ്റപ്പെടുത്താനായിട്ടാണ് സാധ്യത. ഞാനായിരിക്കും മിക്കവാറും ഇതിൻ്റെ അകത്ത് പ്രശ്നക്കാരി. അപ്പം അതുകൊണ്ട് ഞാൻ ഇതെല്ലാം സഹിച്ച് ആരോടും ഒന്നും പറയാതെ ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളാം.
എന്നാൽ നിങ്ങൾ ഓർക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ കുടുംബത്തിൻ്റെ സമാധാനം നിലനിർത്താനായിട്ട് ആദ്യം നിങ്ങൾ സ്വയം സംരക്ഷിക്കേണ്ടതില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടേതായ സമാധാനമുണ്ടെങ്കിൽ മാത്രമല്ലേ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയൂ. നിങ്ങൾക്ക് സമാധാനമില്ലാത്ത കുടുംബത്തിൻ്റെ സമാധാനം വ്യർത്ഥമല്ലേ? ഈ ഒരു ചോദ്യമല്ലേ നമ്മൾ ചോദിക്കേണ്ടത്. എല്ലാവരും സന്തോഷിക്കുന്ന ഇടമാണ് കുടുംബം എന്ന് പറയുന്നത്. ഒന്ന് രണ്ട് പേര് സന്തോഷിക്കുകയും ബാക്കിയുള്ളവരൊക്കെ ആ ഒരു സ്വാർത്ഥപരമായിട്ടുള്ള അവരുടെ ജീവിതത്തിൽ പോവുകയാണെങ്കിൽ അത് യഥാർത്ഥ സന്തോഷമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നിടത്താണ് ആ കുടുംബത്തിൻ്റെ വിജയം സാധിക്കുന്നത്. നമ്മുടെ എല്ലാം കുടുംബത്തിലുണ്ടാവുന്ന ഒരു പ്രശ്നമാണിത്. അതുകൊണ്ട് ഒരു ചെറിയ ചുവടുവയ്പ് നമ്മുടെ ജീവിതത്തിൽ നടത്തുന്നത് നല്ലതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് ഇല്ല എന്ന് പറയാനായിട്ടുള്ള ഒരു ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും നിങ്ങൾക്കായിട്ട് മാറ്റിവെച്ചുകൊണ്ട് ശാന്തമായി നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും വിശ്രമിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സിൻ്റെ ഈ ഒരു ശക്തി നിങ്ങൾക്ക് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. നിങ്ങൾക്ക് ബലം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട്, നിശബ്ദമായിട്ട് 5 മിനിറ്റ് ഒന്ന് ധ്യാനിക്കാനായിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വായിക്കാനായിട്ട്, പഠിക്കാനായിട്ട്, എക്സസൈസ് ചെയ്യാനായിട്ട്, ഇതൊക്കെ ഒരു സ്വാർത്ഥതയൊന്നുമല്ല. ഇതൊക്കെയാണ് നമ്മുടെ ആത്മബോധം വളർത്തി നമ്മുടെ തന്നെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ. നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ വീട്ടിൽ സമാധാനമുണ്ടാകാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറുമാണ്. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള സമാധാനം നിശബ്ദതയിൽ നിന്ന് ഉണ്ടാവുന്ന ഒന്നല്ല. അത് ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല. അത് സുരക്ഷിതമായിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വ ബോധത്തിലാണ്, ഇത് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യത്തിലാണ് യഥാർത്ഥമായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവപ്പെടാനായിട്ട് കഴിയുക. അവിടെയാണ് ആ ഒരു സ്നേഹം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാനായിട്ടും കഴിയുക. അതുകൊണ്ട് നമുക്കെല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ കുടുംബങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്വതന്ത്രമായി ശ്വാസം എടുക്കാനായിട്ട് കഴിയണം. നമ്മൾ ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് മറ്റുള്ളവരെ ഭയപ്പെടാതെ ജീവിക്കാനായിട്ട് കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ കഴിയുന്ന കുടുംബങ്ങളാണ് ഏറ്റവും സന്തോഷത്തിൽ കഴിയുന്നത് എന്ന് നമ്മളെ എല്ലാ പഠനങ്ങളും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു തുടക്കം എന്നുള്ളത് നിങ്ങളിലേക്ക് തന്നെ നോക്കി അത് ആരംഭിക്കുക എന്നുള്ളതാണ്. ചോദിക്കേണ്ട ഒരു ചോദ്യം, നിങ്ങൾ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യം എപ്രകാരമാണുള്ളത്? അത് സംരക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അതിനുള്ളൊരു സാഹചര്യം മറ്റുള്ളവർ നിങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഒരിക്കലും ഒരു തെറ്റുകാരിയായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അനുഭവപ്പെടുന്ന പിരിമുറുക്കം എന്നുള്ളത് അത് നിങ്ങളുടെ മാത്രം തെറ്റല്ല. അത് സമാധാനത്തോടെ ജീവിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ, അതിനുവേണ്ട അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അവസ്ഥ ഉണ്ടാക്കി തരാനായിട്ടും എല്ലാ കുടുംബാംഗങ്ങൾക്കും ആ ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. നിങ്ങളൊരു മനുഷ്യനാണ്. വികാരങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെയുള്ള ഒരു സാധാരണ മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആരോഗ്യത്തെ തൃപ്തിപ്പെടുത്താനായിട്ട് ശ്രമം നടത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. ആരെയും കുറ്റം പറഞ്ഞിരിക്കുന്നതിന് പകരം സ്വയം തീരുമാനമെടുക്കുക, മാറ്റങ്ങൾക്കായിട്ട് പരിശ്രമിക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യമെങ്കിലും ഉണ്ടാവട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സമാധാനം എങ്ങനെയായിരിക്കണം? അതിലേക്കുള്ള ആ ഒരു ചുവടുവയ്പ് ഞാൻ എങ്ങനെ നടത്തണം? എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത്? ധൈര്യമായി സ്നേഹത്തോടെ സംസാരിക്കാൻ പറ്റുന്ന ഒരിടം എനിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്തെല്ലാം ചെയ്യാനായിട്ട് കഴിയും? ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റൊരു വീഡിയോ കാണാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുമല്ലോ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.